നമസ്കാരം, IWCampusലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗൂഗിൾ ഡോക്സ് അല്ലെങ്കിൽ ഗൂഗിൾ ഹാക്കിംഗ് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മുടെ ഈ ഒരു ഗൂഗിളിനകത്തൊക്കെ നമ്മൾ സെർച്ച് ചെയ്യാറുണ്ട്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം ഐഫോൺ സെർച്ച് ചെയ്യാമെന്ന് വെച്ചു. iPhone 15 പറ്റി സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഇവിടെ സാധാരണ റിസൾട്ട് കിട്ടും. അതുപോലെ ഗൂഗിളിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റുകൾ കാണും. പിന്നെ നമുക്ക് ഈ ഇൻഫർമേഷൻ പല വെബ്സൈറ്റുകളിൽ നിന്നും അവർ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഇപ്പം ഇങ്ങനെയുള്ള റിവ്യൂവും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളും കമ്പാരിസണും ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അന്നേരം ഇതിൻ്റെ അകത്ത് നമുക്ക് ഇപ്പം സാധാരണ ഒരു യൂസർ സെർച്ച് ചെയ്യുമ്പോൾ അവർക്ക് വേണ്ട അല്ലെങ്കിൽ അവർക്ക് വേണ്ട രീതിയിൽ റിലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ് ഇവിടെ കാണിക്കാറുള്ളത്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഇപ്പം ഞാനിപ്പോൾ ഒരു സൈബർ സെക്യൂരിറ്റി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ എനിക്ക് സ്പെസിഫിക് ആയിട്ടൊരു ഇൻഫർമേഷൻ എടുക്കണം. അല്ലെങ്കിൽ ഇപ്പം ഞാനൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആണ്. എനിക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇപ്പം പൊളിറ്റീഷ്യനെ പറ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റിയോ ഒക്കെ എനിക്കൊരു കുറേ പ്രീവിയസ് ആയിട്ടുള്ള ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഇതിന് മുമ്പ് വന്നിട്ടുള്ള ന്യൂസുകളെ പറ്റിയൊക്കെ ഉള്ളൊരു കംപ്ലീറ്റ് വിവരം അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ളൊരു ഡേറ്റ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റിയുള്ള സ്റ്റാറ്റിക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു PhD സ്കോളർ അല്ലെങ്കിൽ ഒരു PhDക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു ഫൈനൽ തീസിസ് ഉണ്ട്. അത് പ്രിപ്പയർ ചെയ്യാനായിട്ട് എനിക്ക് കുറേ റെഫറൻസും ഒക്കെ വേണം. അല്ലെങ്കിൽ കുറേ ഇതിനു മുമ്പ് പബ്ലിഷ് ചെയ്തിട്ടുള്ള പേപ്പേഴ്സും അങ്ങനെ കുറേ റിസോഴ്സസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കിനും നമ്മൾ സാധാരണ ഒരു യൂസറിനെ പോലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കുറേ റിസൾട്ടുകൾ വരുന്നതല്ലാതെ ഇതിനപ്പുറത്ത് നമുക്ക് നമ്മളിത് കുത്തിയിരുന്ന് നോക്കണം. അതായത് കംപ്ലീറ്റ് കാര്യങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി പോകണം. അതേസമയം നമുക്ക് ഗൂഗിൾ ഡോക്സ് അല്ലെങ്കിൽ ഗൂഗിൾ ഹാക്കിംഗ് എന്ന് പറഞ്ഞ ആ ഒരു സെർച്ച് ചെയ്യുന്ന രീതി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇൻഫർമേഷൻ ഡയറക്റ്റ്ലി എടുക്കാൻ പറ്റും. ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ChatGPT-യോടോ അല്ലെങ്കിൽ AI ബേസ് ചെയ്തിട്ടുള്ള ചാറ്റ് ബോട്ടുകളോടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലേറ്റസ്റ്റോ അല്ലെങ്കിൽ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കത്തില്ല. അതിൻ്റെ ആ ലേണിംഗ് എന്നായിരുന്നോ ലാസ്റ്റ് ലേൺ ചെയ്തത് അല്ലെങ്കിൽ അതിൻ്റെ ലേണിംഗ് അപ്ഡേറ്റ് ചെയ്ത് അത്രയും വരെയുള്ള ഇൻഫർമേഷൻ അതിന് അറിയുള്ളൂ. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അത് അറിയണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനോ അല്ലെങ്കിൽ പുതിയതായിട്ട് ഇൻഡെക്സ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് കിട്ടാൻ ചാൻസസ് കുറവാണ്. അതുപോലെ ഇപ്പം പുതിയ റെസ്ട്രിക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പല ഇൻഫർമേഷനും അല്ലെങ്കിൽ പല കീവേഡുകളും നമുക്ക് ഈ പറഞ്ഞ AI ചാറ്റിലൊന്നും സെർച്ച് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയായിരിക്കും. അപ്പം പ്രത്യേകിച്ച് ഒരു സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണലോ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഈ പറയുന്ന പോലെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു PhD ചെയ്യുവാണ്, അത് ഈ പറഞ്ഞ പോലെ ChatGPT ബ്ലോക്ക് ചെയ്തിട്ടുള്ള കീവേഡ് ആണ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തുനിന്ന് ഇൻഫർമേഷൻ എടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഗൂഗിൾ ഹാക്കിംഗ് അല്ലെങ്കിൽ ഈ ഒരു ഗൂഗിൾ ഡോക്കിംഗ് രീതി വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇപ്പം iPhone 15 പറ്റിയൊരു സെർച്ച് നമ്മൾ കൊടുത്തപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്കിവിടെ കിട്ടി. എനിക്കിതിന് ഒരു PDF ആണ് വേണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഫയൽ ടൈപ്പ് എന്ന് പറഞ്ഞൊരു കീവേഡ് കൊടുത്തിട്ട് എനിക്കിവിടെ PDF എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ എനിക്ക് PDFന്റെ മാത്രം ഇൻഫർമേഷൻ ഇവിടെ കിട്ടത്തുള്ളൂ. കണ്ടോ, അത് നേരെ ആ ഫിൽട്ടറായി PDFന്റെ ഇൻഫർമേഷൻ മാത്രം ഇവിടെ വന്നു. അപ്പോൾ ഇതിനർത്ഥം നമുക്ക് PDF ആയിട്ടുള്ള ഏതെങ്കിലും ഡോക്യുമെന്റുകൾ വേണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റി ഒരു PDF ആയിട്ടുള്ള കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു കീവേഡ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ കുറേ രീതികളുണ്ട് നമ്മൾ സെർച്ച് ചെയ്യുന്നതിൻ്റെ. അതുപോലെ നമുക്ക് സ്പെസിഫിക് സൈറ്റുകൾ വെച്ച് സെർച്ച് ചെയ്യാം. അങ്ങനെ കുറേ ഓപ്ഷൻസ് നമുക്ക് സെർച്ച് ചെയ്യാനായിട്ടുള്ള രീതികളുണ്ട്. ആ ഒരു രീതികൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സെർച്ച് ചെയ്ത് നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഗൂഗിൾ ഡോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇതിൻ്റെ പ്രത്യേകത ഇതാണ്. നമുക്ക് ഗൂഗിൾ പോലുള്ള സെർച്ച് എഞ്ചിൻ, ഇത് ഗൂഗിളിൽ മാത്രമല്ല കേട്ടോ, ഇത് ബിങ്ങിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ DuckDuckGoയ്ക്കകത്ത് ഉപയോഗിക്കാൻ പറ്റും. മിക്കവാറുള്ള എല്ലാ സെർച്ച് എഞ്ചിൻസും ഇതുപോലുള്ള കീവേഡ്സുകൾ വെച്ച് ഫിൽട്ടർ ചെയ്യുകയൊക്കെ ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.